തിരികെ സ്വാഗതം പ്രിയ പ്രേക്ഷകരെ. സമയം 10:30 മണിയാവുകയാണ്. ഗുരുവായൂരിലെ പെൺവേഷം കെട്ടിയുള്ള കൊലപാതക ശ്രമത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പിടിയിലായ പ്രസാദ് പെൺവേഷം കെട്ടിയത് യുവതിയെ കൊന്ന ശേഷം രക്ഷപ്പെടാൻ വേണ്ടിയാണ്. തൊടുപുഴ മുട്ടം സ്വദേശിയായ പ്രസാദ് ഒട്ടേറെ വധശ്രമ കേസുകളിലെ പ്രതിയാണ്. സ്പാ ജീവനക്കാരിയായ യുവതിയെ കൊലപ്പെടുത്താനായിരുന്നു പദ്ധതി. പ്രസാദുമായി അടുപ്പത്തിലായിരുന്ന യുവതി ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ പ്രസാദിന്റെ ഭാര്യയ്ക്ക് അയച്ചതാണ് പകയ്ക്കു കാരണം. പെൺവേഷം ധരിച്ച് പ്രസാദ് സ്കൂട്ടറിൽ കറങ്ങുന്നത് നാട്ടുകാരും കണ്ടിരുന്നു. ജേസൺ ചാമോളപ്പിൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ജേസൺ, നമ്മൾ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ, ഈ നാട്ടിൽ ഇതൊക്കെ നടക്കുന്നല്ലോ എന്ന് അത്ഭുതപ്പെടാൻ പോകുന്ന തരത്തിലായിരുന്നു ആസൂത്രണമൊക്കെ. എന്തായാലും ഭാഗ്യത്തിന് പോലീസിന് വളരെ കൃത്യമായവരെ പിടികൂടാൻ കഴിഞ്ഞു. മാധു, ഇന്നലെ പിടികൂടിയ ഈ സംഘത്തിൽ നിന്നുള്ള വിചിത്രമായ വാർത്തകളാണ് പുറത്തു വരുന്നത്. എത്രമാത്രം ആസൂത്രിതമായിട്ടാണ് ഒരു കൊലപാതകത്തിനായിട്ട് ഇവർ എത്തിച്ചേർന്നതെന്നാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം. അതിനവർ തിരഞ്ഞെടുത്തതോ ഗുരുവായൂർ പോലുള്ള പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിന്റെ പരിസരത്ത് നിരവധി ആളുകൾ എത്തും. പ്രത്യേകിച്ച് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നിരവധി പേർ എത്തുന്ന സ്ഥലമാണ് ക്ഷേത്ര ദർശനത്തിനായി. അവർക്കിടയിൽ പെൺവേഷം കെട്ടിയാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് പെൺവേഷം കെട്ടി കൊല നടത്തിയ ശേഷം പോലീസിനെ പറ്റിക്കാൻ വേണ്ടിയാണ് ഈ പെൺവേഷം കെട്ടിയത്. സ്വാഭാവികമായും ഇത്തരമൊരു സ്ഥലത്ത് കൊലപാതകം നടത്തുകയാണെങ്കിൽ ഒരു സ്ത്രീയാണ് കൊല നടത്തിയതെന്ന് തെറ്റിദ്ധരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പ്രസാദ് ഇത്തരമൊരു വേഷം ധരിച്ച് കാത്തുനിന്നത്. പക്ഷേ മുന്നിൽ വിശ്വാസികൾക്ക് വേണമെങ്കിൽ പറയാം, മുന്നിൽ ഗുരുവായൂരപ്പനുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പോലീസിനെ വഴി കാണിച്ച് ഇവരെ പിടിപ്പിച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഏതായാലും വിചിത്രമായ ഒരു കൊലപാതക ശ്രമം, അതുപോലെ തന്നെ വളരെ അവിചാരിതമായ അത്ഭുതകരമായ ഒരു പിടിക്കൽ, ഈ രണ്ടും ഒന്നിക്കുന്നതാണ് ഇന്നലെ ഗുരുവായൂരിൽ സംഭവിച്ചത്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. ശത്രുത കൂടാനുണ്ടായ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇയാളുടെ ഭാര്യ, പ്രസാദിന്റെ ഭാര്യ ഇറ്റലിയിലാണ് കുടുംബവും. അവിടേക്ക് ഈ സ്ത്രീ ഇയാളൊന്നിച്ചുള്ള ചിത്രങ്ങൾ അയച്ചു കൊടുത്തുവെന്നതാണ് അവസാനത്തെ പ്രകോപനത്തിന് കാരണം. അതോടുകൂടി ഇവരെ വധിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. കൂടെ 4 പേരെയും കൂട്ടി. ഇതിനിടയിലാണ് പോലീസിന്റെ പിടിയിലാകുന്നത്. ഇപ്പോൾ 5 പേരും പോലീസിന്റെ പിടിയിലാണ്. പോലീസ് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. മധു. ജേസൺ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്.